അനന്യനായ ഒരു ദൈവം. എല്ലാവരും മാറി, എല്ലാവരുടെയും സ്വഭാവങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എന്നാൽ കർത്താവ് അനന്യനാണ്. ഇന്നലകളിൽ സ്നേഹിച്ച അതേ സ്നേഹം, ഇന്നലകളിൽ എന്നോട് കാണിച്ച അതേ കരുണ ഇന്നും നമ്മോട് കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ പേര് ഈ 2025 പ്രാരംഭം കണ്ട് എത്രയോ പേര്, എത്ര ജീവിതങ്ങൾ ഈ ലോകം വിട്ട് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് മരണം വഴിയായി കടന്നു പോയിരിക്കുന്നു. എന്തിനാ എന്നെയും നമ്മളെ ഓരോരുത്തരെയും ശേഷിപ്പിച്ചത്? എന്തിനാ ഈ ആണ്ടിൻ്റെ അവസാനം കൊണ്ട് ഇവിടെ കൊണ്ടിരുത്തിയത്? ആയുസിനെ എന്തിനാ ദീർഘമാക്കിയത്? നാം തിരിച്ചറിയണം, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. പ്രിയമുള്ള നമ്മൾ ആരും, നമുക്കറിയാം, ഇവിടെ തനിച്ചു വന്നവരല്ല. നമ്മളെ കർത്താവ് കരം പിടിച്ച് കൊണ്ടുവന്നതാ. നമ്മുടെ മിടുക്കൊന്നുമല്ല, നമ്മുടെ ആരെയും കഴിവല്ല, പ്രാപ്തിയല്ല, ആത്മീയ ഗുണങ്ങളൊന്നുമല്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ അല്പമൊക്കെ ആത്മീയനാണോ എന്നൊക്കെ നമുക്ക് സ്വയമേ തോന്നാം. പക്ഷെ ദൈവം നമ്മളെ കാണിച്ചു തരും, നമ്മുടെ നിലവാരം എന്താണെന്നുള്ളത് കാണിച്ചു തരും. ഞാൻ പലപ്പോഴും ഓർക്കും, പൗലോസ് തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? അയ്യോ ഞാൻ അരിഷ്ടനാന്നാ പറഞ്ഞേക്കുന്നത്. ആരാ? ഭക്തൻ പറയുക ഞാൻ അരിഷ്ടനാന്ന് പറഞ്ഞു. മെബീബോശത്ത് പറഞ്ഞെന്താ? ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെന്ന് പറയുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ തമ്പുരാൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ വിശുദ്ധിയിലെ നോക്കിക്കൊണ്ട്, നീതിമാൻ ആ ദൈവത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ നമ്മളെന്താ പറയണ്ടേ? നമുക്കെന്താ പറയാനുള്ള യോഗ്യത? നമുക്കുള്ളത് യോഗ്യത മുഴുവൻ അയോഗ്യതകളാണ്. അയോഗ്യതകൾ വലിയൊരു കൂമ്പാരമുള്ളേ. എന്നാൽ ആ സ്നേഹം കൊണ്ട്, കൃപ കൊണ്ട് ദൈവം നമ്മളെ ചുറ്റിയതുകൊണ്ട്, കാൽവറിയിലെ രക്തത്താൽ കഴുകപ്പെട്ടത് കൊണ്ട്, ആ രക്തത്താൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് നാം ആരായിട്ട് മാറി? ഒന്ന് നാവ് തുറന്നൊന്ന് പറയാമോ? നമ്മൾ ആരായിട്ട് മാറി? ദൈവത്തിൻ്റെ മക്കളായി മാറി. യാക്കോബിനോട് പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി എണ്ണി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ വിലയേറിയവരായിട്ട് കാണുക. എത്ര ശ്രേഷ്ഠമായ പദവിയിലേക്ക്. നമുക്ക് ഭക്തനോട് ചേർന്ന് മറ്റൊരു ഗാനം നമ്മളിങ്ങനെ പാടാറുണ്ടല്ലോ, നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ. കരുതിയ കരുതലുകൾ. 2025 എത്രയോ കരുതലുകളാണ് നമ്മൾ കണ്ടത്. എത്രയോ നടത്തിയ ശ്രേഷ്ഠമായ വഴികളാണ് നമുക്കുള്ളത്. വീണു പോകാവുന്ന, തകർന്നു പോകാവുന്ന, മാറ്റപ്പെടാവുന്ന പല സാഹചര്യങ്ങളും വന്നു പോയില്ലേ? അന്നേരമെല്ലാം നമ്മളെ എന്ത് ചെയ്തു? തമ്പുരാൻ തൻ്റെ ദയ കൊണ്ട് ചുറ്റി ആ ചിറകടിയിൽ അഭയം തന്നു. ആ കൂടാരത്തിൻ്റെ മറവിൽ നമ്മളെ മറച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഭക്തനോട് ചേർന്ന് നമുക്ക് പാടാം, നാഥ അങ്ങ് അത്യുന്നതനാണ്, അങ്ങെപ്പോലെ ആരുമില്ലെന്ന് ആ തമ്പുരാനോട് നമുക്ക് തിരിച്ചു പറയാം. ആ തമ്പുരാന് മഹത്വം കൊടുക്കാം. നമുക്കൊന്നിച്ച് ചേർന്ന് പാടാം. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഒരിക്കൽ കൂടെ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു
അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. കൂടെ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ. ഹല്ലേലൂയ. നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായോ ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ഹല്ലേലൂയ. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. നടത്തിയ വഴികളെ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, ഹല്ലേലൂയ, കരുതൽ നിറച്ചിടുമ്പോ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നിറച്ചിടുമ്പോ, സ്തുതിക്കുവാനായിരം നാവുപോരായിരേ, എങ്കിലും അവോളം പാടി സ്തുതിക്ക്. നാവ് തുറന്ന് ആ കരങ്ങളൊക്കെ തീർച്ചയായും പാടാമോ? ആയിരം നാവ് പോരായേ, എങ്കിലും അവോളം ഞാൻ പാടി സ്തുതിക്കും. അത്യുന്നതി ഉന്നതനേ, അത്യുന്നതനേ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതനേ, ഉന്നതനേ, അത്യുന്നതനേ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നു. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നു. ഒരിക്കൽ കൂടെ ഒന്ന് പറയാമോ? കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നു. നീ മാത്രമേ ദൈവമെന്നും. നീ മാത്രമേ ദൈവമെന്നും. ഹല്ലേലൂയ. അവിടുന്ന് മാത്രമാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പാടാറുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ഗാനമുണ്ട്. ഒരു ചരണം ഇങ്ങനെയാണ്: ഇത്ര നല്ലവനാം പ്രിയനേ. പാടാമോ? ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്ര
ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇത്ര നല്ല ഒരു ദൈവത്തെ, ഇത്ര നല്ലവനായ ഒരു പ്രിയനെ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെടാൻ ഇടയായിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ ഇത് പാടുമ്പോഴൊക്കെ ഓർക്കും, ഇല്ലായിരുന്നെങ്കിൽ, പരിചയപ്പെടുവാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്തായിട്ട് മാറിയേനെയുമായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കും, അങ്ങനെ ആ ദൈവം നമ്മുടെ അടുത്ത് വന്നില്ല. നമ്മൾ പലപ്പോഴും പറയുന്നേ, ഞാൻ ദൈവത്തെ കണ്ടത്, ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയതെന്നാ പറഞ്ഞല്ലേ. വാസ്തവമായിട്ടും എന്താ നടന്നത്? തമ്പുരാൻ നമ്മളെ കണ്ടുമുട്ടിയതാ. നാം അവിടുത്തെ സ്നേഹിച്ചതല്ല, അവിടുന്ന് നമ്മളെ സ്നേഹിച്ച് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ടാണ് ഈ സ്നേഹം അറിഞ്ഞത്. പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ സ്നേഹം എന്ത് ചെയ്തു? പകർന്നു വന്നു എന്നാ പറയുന്നത്, അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് എന്തെങ്കിലും അറിയുന്നെങ്കിൽ, എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകപ്പെട്ട ദൈവകൃപയാ. ഈ കർത്താവിനെ നാം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ കർത്താവ് നമ്മുടെ അരികിൽ കാലാകാലങ്ങൾ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്തുതി എന്തായി മാറിയനേമായിരുന്നു. ഓ, എത്ര ദയനീയമായിട്ട് തീർന്നേനെ. ഞാൻ ഈ ഗാനം പാടുമ്പോഴൊക്കെയും ഇതിൻ്റെ പിന്നിലെ ആ സംഭവം ഞാൻ എപ്പോഴും ഓർക്കും. ഈ ഗാനം 1989 എൻ്റെ പിതാവ് രചിച്ച ഗാനമായത്. 88 തൻ്റെ ഔദ്യോഗിക ജോലി താൻ തികച്ച്, താൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വിളി ലഭിച്ച്, തനിക്കുള്ള വിളി പലതവണ കേട്ടിട്ടുള്ളപ്പോഴും ആ വിളിയെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. എന്നാൽ 88 ആ വിളി കേട്ടു. ആ വിളി കേട്ട് തൻ്റെ ആ രാജിക്കത്തുമായിട്ട് ആ ഓഫീസറുടെ അടുത്തേക്ക് അടുത്ത ദിവസം ചെന്ന് ഈ രാജിക്കത്ത് നൽകാൻ പോയപ്പോൾ ആ ഓഫീസർ പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, നിങ്ങൾക്ക് മാന്യമായ ഒരു തൊഴിലുണ്ട്. അന്ന് 16 വർഷം ഒരു ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്ന കാലം. ദൈവത്തിൻ്റെ വിളി പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായ ആ വിളിയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ, ഒരടി പോലും നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവിടെ മുട്ടുമടക്കിയിട്ട് രാജി കൊടുക്കേണ്ടി വന്നു. അന്ന് ആ ഓഫീസിൻ്റെ മുന്നിൽ വന്ന് ഈ രാജിക്കത്ത് കൊടുത്തുടനെ ഈ വ്യക്തി ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാറേ, നിങ്ങൾക്ക് മാന്യമായ ഒരു ജോലി ഉണ്ടായിരുന്നു. ഈ ജോലി കളഞ്ഞിട്ട് സാറേ നിങ്ങൾക്കൊരു കുടുംബമില്ലേ? ഈ കുടുംബത്തെ ആര് നോക്കും സാറേ? അന്ന് തിരിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം ഇപ്രകാരമാ: സാറേ, ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. നമുക്കൊക്കെ പറയാനുള്ളൊരു കാര്യമുണ്ട്. പല കാര്യത്തിലും നമുക്ക് എന്തില്ല, ഉത്തരം പറയാൻ അറിയത്തില്ല. നാളെയുടെ ദിനങ്ങൾ എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ല. അവ്യക്തതയുണ്ട്, ആശങ്കയുണ്ട്. പക്ഷെ ഒന്ന് നമുക്ക് പറയാൻ അറിയണം. എന്തറിയണം? എന്നെ നടത്തുന്ന, ഇന്നലകളിൽ എന്നെ നടത്തിയ ദൈവം എൻ്റെ നാളുകളിലും എന്നെ നടത്തും, എന്നെ കരുതുന്ന ദൈവമുണ്ടെന്ന് സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. അന്ന് ആ ഓഫീസറുടെ മുഖത്ത് നോക്കി ഈ കാര്യം പറഞ്ഞ് രാജിക്കത്ത് കൊടുത്തിട്ട് മടങ്ങിപ്പോന്നു. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ പൂർണ്ണമായി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ഏകദേശം 1 വർഷം കഴിഞ്ഞ് ആ കൃത്യമായ ആ ദിവസം വന്നെത്തി. ആ ദിവസം 1 വർഷത്തെ തൻ്റെ ജീവിതത്തിലെ കർത്താവ് നടത്തിയ വഴികൾ, കരുതലുകൾ, കർത്താവിൻ്റെ മൗത്തേരമാർന്ന പ്രവൃത്തി, ഇതെല്ലാം 1 വർഷം കണ്ടു കഴിഞ്ഞ ഉടനെ അവിടെ ഇരുന്നു കൊണ്ട് എഴുതിയ ആദ്യ വരികൾ ഇതാണ്: ഇത്ര നല്ലൊരു പ്രിയനെയാണല്ലോ ഞാൻ ഈ കഴിഞ്ഞ 1 വർഷം സേവിച്ചത്. എങ്ങനെയായി തീരുമെന്ന് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും എന്നെ കരം പിടിച്ച് നടത്തിയ ആ നാഥൻ എന്നെ 1 വർഷം എത്ര അത്ഭുതകരമായി എന്നെ നടത്തി. അങ്ങനെയെങ്കിൽ ഈ നാഥൻ നമ്മളെ ഓരോരുത്തരെയും നടത്തുവാൻ സർവശക്തനാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ആ കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമ്മളെ എന്ത് ചെയ്യണം? നമ്മളെ സംശയം കൂടാതെ, കർത്താവേ, ഞാനിതാ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ തരുന്നു, എൻ്റെ ജോലിയെ തരുന്നു, എൻ്റെ ഭാവിയെ തരുന്നു, എനിക്കുള്ളതിനെല്ലാം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അല്പമാ ഉപകരണങ്ങൾ കൊണ്ട് നൽപ്പെഴുന്ന വേല ചെയ്യുന്ന ഒരു ദൈവമാണ് ഉള്ളത്. എൻ്റെ അല്പത്തെ കൊടുത്താൽ അതിനെ എടുക്കുന്ന ഒരു ദൈവമാണ് ഉള്ളത്. അതിനെ ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമ്മുടെ അരുമനാഥന് സാധിക്കും. ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ അല്പമേ ഉള്ളോ, ഒന്നേ ഉള്ളോ, അത് കൊടുത്താൽ മതി.
അത് കൊടുത്താൽ മതി. കർത്താവ് അത് അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റും. ദൈവം നമ്മെ സഹായിക്കണം. അതിൻ്റെ ഒരു വരികളിലൂടെ നമുക്ക് ചേർന്ന് പാടാം. നമുക്കതിൻ്റെ ഒരു വരികൾ നമ്മൾ ആ സ്റ്റാൻസയുടെ മറ്റൊരു സ്റ്റാൻസ, ആ പാട്ടിൽ മറ്റൊരു സ്റ്റാൻസയുണ്ട്. ആ സ്റ്റാൻസ പലപ്പോഴും നമ്മൾ ഇതിനോട് ചേർന്ന് പാടാറുണ്ട്. ഏത് സ്റ്റാൻസയാ പറയാമോ? ഈ പാട്ട് അനവധി തവണ അനേക സാഹചര്യം നമ്മൾ പാടിയിട്ടുണ്ടല്ലോ. മറ്റൊരു സ്റ്റാൻസയുണ്ട്, മറ്റൊരു സ്റ്റാൻസയും കൂടെ ഉണ്ട്. ഇരുൾ തിങ്ങിടും പാതകളിൽ, ഇല്ലേ? നമുക്ക് അങ്ങനെയെങ്കിൽ അതോടൊന്ന് ചേർന്ന് പാടാം. എന്നിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഒന്നുകൂടെ ഒന്ന് താഴ്ത്തി നമുക്ക് കൊടുക്കാം. എനിക്ക് സങ്കേതമായി ബലമായ ഒരു നാഥനുണ്ട്. നമുക്ക് ഈ ഗാനം പാടുമ്പോൾ ചേർന്ന് പാടി നമ്മുടെ കർത്താവിൽ ഒന്ന് ആശ വയ്ക്കാം, ഒന്നുകൂടെ പ്രത്യാശയെ ഒന്ന് പുതുക്കാം. നമുക്ക് പാടാം. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വെങ്കിടും വേളകളിൽ, ഹല്ലേലൂയ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വെങ്കിടും വേളകളിൽ അരികെ വരുവാൻ കൃപകൾ തരുവാൻ, ഹല്ലേലൂയ. കൃപകൾ തരുവാൻ ആരുമില്ലൊരുവൻ, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഹല്ലേലൂയ. ഓ, എന്നും എനിക്ക് ദൈവമായിട്ട് അവിടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നാം പലപ്പോഴും ഭാവിയെ നോക്കി ആശങ്കപ്പെടുമ്പോഴൊക്കെ നാം പാടുന്ന മറ്റൊരു പാട്ടുണ്ട്. ഏതാണെന്നറിയാമോ? ഏത് പാട്ടാണെന്നറിയാമോ? ബിക്കോസ് ഹി ലീവ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ പാട്ട് ഇവിടെ വന്നവരൊക്കെ ഒന്നിച്ച് ചേർന്ന് നമ്മൾ പാടി. നമുക്ക് ആ ഗാനത്തിൻ്റെ ഒരു ചരണം ഇങ്ങനെ പാടാം. അവിടുന്ന് ജീവിക്കുന്നത് കൊണ്ട് നാളെയും ഞാനും ജീവിക്കും. നമുക്കൊന്ന് പാടാം. ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. നമുക്കത് പാടാം. God sent his son, they call him Jesus. He came to love, heal and forgive. He lived and died to buy my pardon. An empty grave is there to prove my Savior lived. One more time. Son, they call him Jesus. He came to love, heal and forgive. He lived and died to buy my pardon. An empty grave is there to prove my Savior lived. Because he lived, I can face tomorrow.
എത്ര ധന്യമേ ഈ ലോക ജീവിതം. ഈ ലോക ജീവിതത്തിൽ നാം ധന്യരാണെന്ന് പറയുന്നതിന്റെ കാരണം പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല, സാഹചര്യങ്ങൾ അനുകൂലമായതുകൊണ്ടല്ല. പിന്നെന്തുകൊണ്ടാണ്? അവിടുന്ന് ഒരുവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്, എനിക്കായി വാഴുന്നുണ്ട്, എൻ്റെ പ്രശ്നം അറിയുന്നവനുണ്ട്, എൻ്റെ അരികിൽ വന്നിരിക്കുന്നാവെന്ന് പറഞ്ഞവനുണ്ട്, എൻ്റെ കഷ്ടതയിൽ അടുത്തുള്ളവനായിട്ടുണ്ട്. ആ കർത്താവിനെ ഒരു വിളിപ്പുറത്ത് നമ്മുടെ അരികിലുണ്ട്. ആ കർത്താവിനെ രുചിച്ചറിയുക. ആ കർത്താവിനെ എപ്പോൾ ആരെല്ലാം വിളിച്ചു, എൻ്റെ ദൈവമേ, യേശുനായക, എന്നോട് കരുണയുണ്ടാകണമെന്ന് ആരൊക്കെ വിളിച്ചുവോ അവർക്കൊക്കെ വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. ദൈവത്തെ പിടിച്ചു നിർത്താൻ കഴിയുമോ? കഴിയും. നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ കടന്നു പോകുന്നവനല്ല, നമ്മെ സഹായിക്കുവാൻ 2026 ദിനങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ ആ ദൈവത്തോടു കൂടെ നടക്കാം. നമുക്ക് ആ ദൈവത്തോടു കൂടെ യാത്ര ചെയ്യാം. ഇന്നലകളിൽ യാത്ര ഇന്നലേക്കാളും കുറച്ചുകൂടെ അടുത്ത് ജീവിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്താം. ഇന്നയോളം തുണച്ചോനെ ഇനിയും തുണയ്ക്കാം. ഇഹദുഃഖരക്ഷയും നീ ഈയൻ നിത്യഗ്രഹം നിൻ സിംഹാസനമീഴെ നിൻ ശോഭ പാർക്കുന്നു. നിൻ ഭുജം മതിയവർക്കും നിർഭയം വസിപ്പാൻ. പർവ്വതങ്ങൾ നാടും മുൻപേ തണ്ടു ഭൂമിയേക്കാൾ
ഭക്തൻ പാടുകയാണ്, സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ, സ്വർഗീയമായ ഭവനത്തിലെത്തുന്നതുവരെയും നമ്മെ വിശ്വസ്തയോടെ കാക്കുന്ന ദൈവം. ഈ പാട്ടിൻ്റെ വരികൾ ഒന്നിച്ച് ചേർന്ന് പാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമായി തീരട്ടെ, ഒരു പുതിയ അനുഭവം നമ്മുടെ സമർപ്പണമായി തീരട്ടെ. ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. വഴി കാട്ടേ എന്നെ സദാ നടത്തേ കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പേ താനിമ്പ മൊഴിയേ ജാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ ഉള്ളം താളനേകവോ ആശയാച്ച നേരവോ രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു. ശുദ്ധാത്മാവിൻ പ്രഭയ ഞാനോടേക്കും നേരത്ത് ശത്രു ശല്യം ഓർക്കുവേ പേടിക്കേണ്ട എങ്ങുമേ. Holy Spirit, faithful guide, ever near the Christian side, gently lead us by your hand, pilgrims in darkness and light. Very soul for every joy. Why they hear that sweetest voice, whispering softly, wander on. Follow me, I'll guide thee home. ആയുഷ്കാലത്തെ നന്ദ്യം ചേർന്നാർത്തേ പൂർണ്ണനേരം സ്വർഗചിന്ത മാത്രമേ ഏകമെന്നാശ്രയമേ താൻ മാത്രം ആനേരത്തോ എന്നെ ആഴം ആഴത്തോ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ഇന്ന് രാത്രി അവിടുത്തെ വിശ്വസ്തതയ്ക്ക്